നമസ്കാരം. എം ഡി എന്ന പത്രാധിപർ, അതും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൻ്റെ പത്രാധിപർ മലയാളത്തിന് സമ്മാനിച്ചത് എത്രയെത്ര സാഹിത്യകാരന്മാരെയാണ്. അന്ന് ഒരുപാട് പുതിയ സാഹിത്യകാരന്മാർ മലയാളത്തിലേക്ക് കടന്നു വന്നിരുന്നു. അവർ ഓരോരുത്തരെയും കണ്ടെത്താനും അവരുടെ കൃതികളെക്കുറിച്ച് വളരെ സമഗ്രമായി വിലയിരുത്താനും അതിൽ ആവശ്യമായ തിരുത്തലുകളൊക്കെ വരുത്തി അതിൽ മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കാനുമൊക്കെ സാധിച്ചത് എം ഡി എന്ന പത്രാധിപരുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ്. മാതൃഭൂമി എന്ന പരമ്പരാഗതമായ രീതികളിൽ മാധ്യമ പ്രവർത്തനം നടത്തിയിരുന്ന ഒരു പ്രസിദ്ധീകരണത്തിന് പുതിയൊരു മുഖം നൽകാൻ എം ഡിക്ക് കഴിഞ്ഞു എന്നുള്ള സത്യമാണ്. എത്രയെത്ര പുതിയ ആളുകളാണ് അദ്ദേഹം രംഗത്ത് അവതരിപ്പിച്ചത്. പുനത്തി കുഞ്ഞബ്ദുള്ള ആണെങ്കിലും എം മുകുന്ദനാണെങ്കിലും ഒക്കെ തന്നെ, അതുപോലെ പത്മരാജൻ്റെ പെരുവഴി അമ്പലം, എത്രയെത്ര സാഹിത്യകൃതികളാണ് അദ്ദേഹം മാതൃഭൂമി വാരികയിലൂടെ നമ്മുടെ മുന്നിൽ എത്തിച്ചത്. എം ഡി മാതൃഭൂമിയുടെ പത്രാധിപരായിരുന്ന കാലത്ത് ഒരുപാട് വിവർത്തന സാഹിത്യങ്ങൾ അന്ന് പ്രസിദ്ധീകരിച്ചിരുന്നു. അന്ന് നന്നായി ആളുകൾ വായിച്ചിരുന്ന ഇവയൊക്കെ തന്നെ പിൽക്കാലത്ത് പുസ്തകമാക്കിയാൽ ആരെങ്കിലും വാങ്ങുമോ എന്ന് പലരും സംശയിച്ചിരുന്നുവെങ്കിൽ പോലും പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആ പരിഭാഷകൾ ഇപ്പോഴും വിറ്റുപോകുന്നുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എം ടി എന്ന ദീർഘവീക്ഷണമുള്ള ആ സാഹിത്യകാരൻ്റെ വിരൽത്തുമ്പിലൂടെ തന്നെയാണ് അവയെല്ലാം തന്നെ കടന്നുപോയത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പുതിയ എഴുത്തുകാരെ കണ്ടെത്താനും അവരിൽ നിന്ന് മികച്ചത് കണ്ടെത്താനും എം ഡിയോളം ഉത്സാഹിച്ച പത്രാധിപർ ഉണ്ടാകില്ല എന്നാണ് പലരും പറയുന്നത്. ഇടയ്ക്കിടെ കഥകൾ പ്രസിദ്ധീകരിച്ചതുകൊണ്ടോ നോവൽ പ്രസിദ്ധീകരിച്ചതുകൊണ്ടോ അത് പിന്നീട് എഴുതുന്നതെല്ലാം പ്രസിദ്ധീകരിക്കാനുള്ള അവകാശമായി ആരും കരുതേണ്ട എന്ന് എം ഡി പലപ്പോഴും അന്നത്തെ എഴുത്തുകാരെ ഓർമ്മിപ്പിച്ചിരുന്നു. എം ഡി മാതൃഭൂമിയുടെ പത്രാധിപരായതിനു ശേഷം മലയാളിയുടെ വായനാശീലത്തിലും വലിയൊരു മാറ്റം വരുത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. മലയാള സാഹിത്യത്തിൽ എത്രയെത്ര കൃതികളാണ് എം ഡി പത്രാധിപരായിരുന്ന കാലത്ത് അന്ന് മാതൃഭൂമിയിലൂടെ അച്ചടി മഷി പുരണ്ടത് എന്നും, പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ തന്നെ അത്ര നിലവാരമില്ലാത്ത കൃതികളാണെങ്കിൽ അത് പ്രസിദ്ധീകരിക്കാതിരിക്കാനും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അവരെ കൃത്യമായി അദ്ദേഹം അറിയിക്കുകയും ചെയ്യുമായിരുന്നു. മാതൃഭൂമിയിൽ പലതവണ താങ്കളുടെ കഥ പ്രസിദ്ധീകരിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിക്കാൻ തക്ക നിലവാരമില്ല എന്ന് ഭംഗ്യന്തരേണ അദ്ദേഹം പലപ്പോഴും സൂചിപ്പിച്ചിരുന്നു. അതൊരിക്കലും ഒരു സാഹിത്യകാരനും ഒരു മോശമായി കണ്ടിരുന്നില്ല. ഒരുപക്ഷെ അടുത്ത തവണ അവരയക്കുന്ന നല്ല സാഹിത്യകൃതി അദ്ദേഹം വളരെ പ്രാധാന്യത്തോടെ തന്നെ കൊടുക്കുകയും ചെയ്യുമായിരുന്നു. എം ഡി മാതൃഭൂമി വാരികയുടെ പത്രാധിപരായിരുന്ന സമയത്ത് ചിത്രകല നോക്കിയിരുന്നത് എസ് എന്ന വളരെ പ്രശസ്തനായ ചിത്രകാരനാണ്. ഈ രേഖാചിത്രകാരൻ എത്രയെത്ര കഥാപാത്രങ്ങൾക്കാണ് രൂപം നൽകിയത്. മലയാളിയുടെ മനസ്സിലേക്ക് എന്നും കടന്നു ചെന്ന, പിൽക്കാലത്ത് പലതും സിനിമകളായ, ബെസ്റ്റ് സെല്ലറായ നോവലുകളായ എത്രയെത്ര കൃതികളാണ് എം ഡി കണ്ടെത്തി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചത്. ഒരുപാട് സാഹിത്യകാരന്മാർ ഒരു തലമുറയിലെ തന്നെ എം ഡിയോട് നന്ദി പറയണം. കാരണം അവരെ സാഹിത്യകാരന്മാരാക്കി ഈ കേരളത്തിന് പരിചയപ്പെടുത്തിയ ആൾ എം ഡി വാസുദേവൻ നായരാണ്.